ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വിദ്യാസ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും മഴയൊക്കെയാണല്ലേ. മഴയാണെങ്കിലും ചെടികൾക്കൊക്കെ നല്ല അനുയോജ്യമായൊരു സമയമാണ് കേട്ടോ ഇത്. പ്രൊപ്പഗേഷൻ ചെയ്യാനും അതുപോലെ പുതിയ പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സമയമാണ്. പക്ഷേ ഈ മഴ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പ്ലാന്റ്സിനെ കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് കണ്ടോ, ഇതുപോലുള്ള ചില ചെടിച്ചട്ടികളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ എത്ര നമ്മൾ ഹോളിട്ടെന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ചില ചട്ടികളിൽ വെള്ളം തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് മഴയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ചട്ടികൾ നമ്മുടെ ചെടികൾക്കിടയിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഇതൊക്കെ നോക്കി ഒന്ന് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമ്മുടെ ചെടികൾക്ക് നല്ലൊരു കരുത്തോടെ വളരാനുള്ളൊരു പോസിറ്റീവ് സിറ്റുവേഷൻ അവർക്ക് കിട്ടുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു ഓക്സാലിക്സ് പ്ലാന്റിൻ്റെയൊക്കെ എത്ര ഹോളിട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ വെള്ളം ഇങ്ങനെ നമ്മൾ കളഞ്ഞിട്ടില്ല, ഇങ്ങനെ 2 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഈ മഴ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ ചട്ടികളിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അതുപോലെ തന്നെ ഒത്തിരി വെള്ളം വേണ്ടാത്ത, അതായത് ഒത്തിരി നനവ് ചെന്ന് കഴിഞ്ഞാൽ വേരുകളും ഇലകളൊക്കെ അഴുകിപ്പോകുന്ന ചില ചെടികളുണ്ട്. അവരെ നമ്മൾ മഴയത്തു നിന്ന് മാറ്റി വയ്ക്കുകയും അതുപോലെ മഴ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബേബി പ്ലാന്റ്സ് ഒക്കെ വരുന്നത് ഈ ഒരു മഴ സമയത്താണ്. അപ്പോൾ അവരെ കുറച്ച് മഴയത്തോട്ടൊക്കെ വെക്കുവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള എപ്പീഷ്യ പ്ലാന്റ്സൊക്കെ നമ്മൾ ഡയറക്റ്റ് നല്ല കുത്തി വീഴുന്ന വെള്ളത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇവരെ ലീഫ് കേടായിപ്പോവും, അല്ലെങ്കിൽ തണ്ടൊടിഞ്ഞു പോവും. അത് കണ്ടോ, ഇന്നത്തെ മഴയിൽ ഒടിഞ്ഞു പോയതാണ്. പുതിയൊരു ബഡ് വന്നതായിരുന്നു, നല്ല ഭംഗിയുള്ളൊരു പൂവായിരുന്നു, അത് ഒടിഞ്ഞു പോയി. ഇതൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഡയറക്റ്റ് മഴയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ കണ്ടോ, ഈ ഒരു അഗ്ലോണിമയുടെ പോട്ടിലാണെങ്കിൽ നല്ലൊരു പോട്ടി മിക്സിൽ നമ്മളെ കരിയിലൊക്കെയാണ് ഏറ്റവും അടിയിൽ ധാരാളമായിട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് പോലും ഇങ്ങനെ മഴ പെയ്തതുകൊണ്ട് ഈ ചട്ടിയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. ഇനി ഇത് എത്രയും പെട്ടെന്ന് റീപോട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന അഗ്ലോണിമ ചട്ടികളിലെല്ലാം കുറേശ്ശെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാന്റ്സൊക്കെ റീപോട്ടിങ്ങിന് സമയമായി എന്ന് വേണം കരുതാൻ. പിന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഈ പ്ലാന്റ് എപ്പോഴെങ്കിലും കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. ഈ ഇലയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി. ഈ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ കരുത്ത് കിട്ടിയതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ മഴയത്ത് ഇവരിങ്ങനെ കുളിച്ച് നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു പ്രൗഢിയോടെ ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാനൊരു സ്റ്റിക്കിലാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിക്കിനെക്കാട്ടിലും വലുതായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സെയിൽ ചെയ്യാനൊക്കെ പറ്റും. ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് സെയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതും ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റി വരുന്നൊരു പ്ലാന്റാണ്. ഇതിലും ഇപ്പോൾ മഴക്കാലമായപ്പോൾ പെട്ടെന്ന് ഇതിൽ ബേബി പ്ലാന്റ്സൊക്കെ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്കിതിൽ നിന്ന് 2-3 പ്ലാന്റ്സ് കിട്ടും. അപ്പോൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ ഇതുപോലെ മുമ്പേ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പേര് കലാത്തിയാസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ ഇവരെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ച് പുതിയ ചട്ടികളിൽ പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ കലാത്തിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ. നമ്മൾ പ്ലാന്റ്സൊക്കെ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കലാത്തിയ വെറൈറ്റിയുടെയൊക്കെ ബേബി പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണിക്കുന്ന മിക്ക പ്ലാന്റ്സിൻ്റെയും നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പേർക്കൊക്കെ കൊടുക്കാനുള്ള
പ്ലാന്റ്സ് ഇപ്പം നിലവിലുണ്ട്. ഇതാ ഈ വെൽവെറ്റ് ചെടി ഉണ്ടല്ലോ, വയലറ്റ് കളറിൽ വരുന്ന ഈ വെൽവെറ്റ് ചെടിയുടെ 1-2 തൈകളുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഹാങ്ങിങ്ങിൽ ഇട്ടാലും അതുപോലെ തന്നെ ഇങ്ങനെ ക്രീപ്പറായിട്ട് വിട്ടാലും നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയും കൂടാണ്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് തോന്നുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഡക്ക് ഫീറ്റിൻ്റെയൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെ നമ്മുടെ കയ്യിൽ തൈകളുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ ഒരു ഡക്ക് ഫീറ്റ് പ്ലാന്റൊക്കെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതുപോലെ ഞാനൊരു നെറ്റ് കൊണ്ടൊരു ചെറിയൊരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ സൈഡിലൂടെ പടർത്തി വിട്ടേക്കുകയാണ്. ഒരു പന്തൽ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പടർന്ന് കയറിയിട്ടുള്ള ആ ഒരു ഭാഗത്തെ ഇലകളൊക്കെ നല്ല വലിപ്പത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ലീഫുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പുഴു കഴിച്ചതാണോ അതോ ഇനി കൊഴിഞ്ഞു പോയതാണോ എന്നറിയില്ല. ഇപ്പോൾ കുറേ ഭാഗം ഇങ്ങനെ ലീഫുകളൊന്നും ഇല്ലാതെയാണ് നിൽക്കുന്നത്. എന്നാൽ പോലും ഇത് കണ്ടോ, പുതിയ ഇങ്ങനെ പൊട്ടിപ്പൊടിച്ച് എപ്പോഴും ഇതിൽ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുതുതായിട്ട് വരുന്ന ലീഫുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിനൊരു പ്രത്യേക കളർ പാറ്റേണും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് കലാത്തിയ ധൂത്തിയുടെ ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മദർ പ്ലാന്റ് വേറെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ക്രിംസണിൻ്റെ പ്ലാന്റ് സെയിലിനുള്ളതല്ല. പക്ഷേ ഈ ധോത്തിയുടെ 1-2 പ്ലാന്റ്സ് ഇപ്പോൾ നിലവിൽ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്. ഇത് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റാണ്. നല്ല കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ഇത് സെയിലിനുള്ളതല്ല കേട്ടോ. ഇതെൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നട്ടിട്ടേ ഉള്ളൂ. എങ്ങനെയാണ് ആളുടെ കണ്ടീഷൻ എന്നൊക്കെ നമുക്ക് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, ഒരു ക്ഷീണം പോലും ഇല്ല. നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം. പിന്നെ ഇത് പിങ്ക് ക്യാൻഡിയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതൊരു നാരോ ലീഫ് അഗ്ലോണിമയാണ്. നല്ല ഗ്രേ കളറും ഗ്രീൻ കളറും കൂടെ കോമ്പിനേഷൻ വരുന്ന ഇതിൻ്റെ 1-2 പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഈ കാണുന്ന കലാത്തിയ ഫിഷ് ബോണെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിനുള്ളത്. ഇതിൻ്റെയും 1-2 പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിൽ സെയിലിനായിട്ടുണ്ട്. ഒരു സെയിൽ വീഡിയോ മാത്രമായിട്ട് ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും പണ്ട് ഇതുപോലെ യൂട്യൂബ് ഇങ്ങനെ കൂടുതലും ഈ ഗാർഡനിങ് ചാനലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പല ചാനലുകളും ഗാർഡനിങ്ങിൽ നിന്ന് മാറി സെയിൽസിലോട്ട് മാത്രമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നീട് എനിക്കൊരു ചാനൽ തുടങ്ങിയാൽ എന്താണെന്നെല്ലാം ആലോചിച്ചതും പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. അതുകൊണ്ടൊരു സെയിൽസ് വീഡിയോയുടെ മാത്രം ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിൽ കാണുന്ന പ്ലാന്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിൽ ഇൻഫോം ചെയ്യുന്നത്. ഇത് കണ്ടോ, ഈ മഴയത്ത് വിരിഞ്ഞ റെഡ് ഫിലിപ്പിൻ്റെ പൂവ് കണ്ടോ, നല്ല വലിപ്പമുള്ള പൂവാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം മഴ ആയതുകൊണ്ട് ഇതിങ്ങനെ വീണ് പോയി എന്നുള്ളതാണ്. വലിയൊരു പ്ലാന്റാണ്. റീപോർട്ട് ചെയ്തിട്ട് ഇത് 2ാമത്തെ ഫ്ലവറാണ്. നല്ല വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് ഇതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു തേനീച്ചകൾ ഇതിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ 3ാമത്തെ ബഡാണിത്. ഇതും ഇപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ പൂവാകും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാട്ടർ കൊളോക്കേഷ്യ വാങ്ങിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പോട്ട് ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ ആ സമയത്ത് പറ്റിയിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പുതിയ ലീഫുകളൊക്കെ വന്നു. ഇത് ടീ കപ്പ് എന്ന് പറഞ്ഞ ഒരു കൊളോക്കേഷ്യയുടെ ഫസ്റ്റ് ലീഫാണ്. ലീഫൊക്കെ നല്ല കളറായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കൊളോക്കേഷ്യ നമുക്ക് പോട്ടില്ലാത്തത് കൊണ്ട് മറ്റൊരു പ്ലാന്റിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇനി പോട്ട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർ കൊളോക്കേഷ്യയുടെ അപ്ഡേഷൻസ്. പിന്നെ കണ്ടോ, ഒരു സുന്ദരി ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വാട്ടർ പ്ലാന്റിൻ്റെ കളക്ഷനിൽ വരുന്നത് ഇവളാണ് കേട്ടോ. ഇത് കണ്ടിട്ടാണ് എനിക്ക് പിന്നെയും വാട്ടർ പ്ലാന്റ്സ് ഒക്കെ മേടിക്കാനുള്ളൊരു ആഗ്രഹം തോന്നിയത്. അപ്പോൾ എൻ്റെ
ഫസ്റ്റ് പ്ലാന്റാണത്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഒരു ഹൈബ്രിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് നടുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ ഓർക്കിഡിൻ്റെ ഒരു ഓർക്കിഡിൽ നമുക്ക് ബഡ് വരുന്നുണ്ട്. അത് ഏത് വെറൈറ്റിയാണ് പൂ വിരിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഞാനിങ്ങനെ എല്ലാ ചെടികളും പോയി നോക്കുകയാണ്, ഏതെങ്കിലും ചെടിച്ചട്ടിയിൽ വെള്ളം നിൽക്കുന്നുണ്ടോ എന്ന് വെച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവുകയാണ് മഴ അത് കുറഞ്ഞ സമയത്ത്. ഇത് കണ്ടോ, ഇത് ബഡ് വിരിയുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ ഏത് കളർ പൂവാണെന്നുള്ളത്. പിന്നെ ഇതൊരു നമ്മളൊരു കുറച്ച് കലാത്തിയാസ് അല്ലാതെ വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം, പ്ലാന്റൊക്കെ റെഡി ആയി കഴിയുമ്പോൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി പറയാനുള്ളത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള എൻ്റെ ചാനലിലെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും പറയുകയാണ്, ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതുവരേക്കും ബായ്.